2021 കോവിഡൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ആക്സസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു കോള് യൂറോപ്പിൽ നിന്ന് വരുന്നു. ഡോക്ടർ കൃഷ്ണകുമാർ ആയിരുന്നു വിളിച്ചത്. ആവശ്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു, തേക്കടിയിൽ ഒരു 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു റിസോർട്ട്, ഒരു ഹിൽ റിസോർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ആവശ്യം. കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന സമയത്തും ഞങ്ങൾ സൈറ്റ് വിസിറ്റ് നടത്തി, ക്ലയൻറ്റുമായിട്ട് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആളെ നേരിട്ടൊന്നും കാണാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം ഒരു ഡിസൈൻ പ്രപ്പോസ് ചെയ്തു. ക്ലയൻറ്റ് കുറച്ചും കൂടെ പ്രീമിയം ആയിക്കോട്ടെ എന്ന് വീണ്ടും സജഷൻ തന്നു. അങ്ങനെ 3ാമത്തെ റിവിഷനിൽ ഞങ്ങൾ ഡിസൈൻ ഫ്രീസ് ചെയ്തു. അന്ന് ഞങ്ങൾ ആ ഡിസൈൻ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ഇന്ന് ഞങ്ങൾക്ക് 100% പറയാൻ പറ്റും, കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥാപനമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. സെറൈൻ ഹൊറൈസൻ്റെ റിസോർട്ട്സ് ഒരു വളരെ യുണീക്ക് ഡിസൈൻ എലമെൻ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 10 നിലയുള്ള വലിയൊരു ബിൽഡിങ്സും, ഒന്ന് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇറ്റ്സ് എ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്. ഇറ്റാലിയൻ, ചൈനീസ് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഫുഡ്സും കുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഫെസിലിറ്റീസും, സെയിം ടൈം ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ദ നേച്ചർ ആണ്. റെയിൻ എൻജോയ് ചെയ്യാൻ പറ്റും, ഫോഗ് എൻജോയ് ചെയ്യാൻ പറ്റും. നൈറ്റിൽ മൂൺ ഡയറക്റ്റ് വിസിബിൾ ആകുന്ന രീതിയിൽ ഓപ്പൺ ടു ദ സ്കൈ വിത്ത് ഫുള്ളി എയർ കണ്ടീഷൻഡ് റെസ്റ്റോറൻറ്റ്. ദറ്റ് ഈസ് എ വെരി യുണീക്ക് ഇൻ ദി സെഗ്മെൻറ്റ്. കൂടാണ്ട് 16 കോട്ടേജസുമാണ് നമ്മൾ പ്രോപ്പർട്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 24 അൾട്രാ പ്രീമിയം സ്യൂട്ട് റൂംസും 16 ഇൻഡിപെൻഡന്റ് കോട്ടേജസുമാണ് ഫെസിലിറ്റീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോ ബെഡ്റൂമിലും ബാത്തിങ് ഫെസിലിറ്റീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ഷവർ എൻക്ലോഷർ വിത്ത് ബോഡി ജെറ്റ്, ട്വിൻ ജാക്കുസീസ് ആൻഡ് ബാത്ത് ടബ്. ഇങ്ങനെ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോട്ടൽ പോലും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത്രമാത്രം പോർഷനസും പ്രീമിയം ഫെസിലിറ്റീസും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു അതിമനോഹരമായ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ മേൽ ചെയ്തിരിക്കുന്ന ഓപ്പൺ സ്കൈ വാക്ക്. അറൌണ്ട് 350 മീറ്ററിന് മേളിൽ ഉള്ള ഒരു ഓപ്പൺ സ്കൈ വാക്കാണ് ഫെസിലിറ്റീസാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ റിസോർട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഗസ്റ്റ് വരുന്ന സമയത്ത് അവരെ ഇൻസെക്ട്സ് ബൈറ്റും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതിപ്പോഴും ഒരു ചലഞ്ചസ് ആണ് ഒരു റിസോർട്ട് ഓണറെ സംബന്ധിച്ചോളം. എന്നാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫെസിലിറ്റീസ്, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ വരുന്ന ഗസ്റ്റിന് കൊടുക്കുകയും വേണം. ഈ ഒരു ചലഞ്ചിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്കൈ വാക്ക് അവിടെ പ്രപ്പോസ് ചെയ്തത്. ഇത് എല്ലാ കോട്ടേജസും റെസ്റ്റോറൻറ്റും ഹോട്ടൽ ബിൽഡിങ്ങുമായിട്ട് തമ്മിൽ കണക്റ്റഡ് ആണ്. ഹോട്ടൽ ബിൽഡിംഗിൽ നിന്ന് ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി സ്വിമ്മിംഗ് പൂൾ ആണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ 16 കോട്ടേജസ് ചെയ്തിരിക്കുന്നത്. ഈ കോട്ടേജസുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഈ സ്കൈ വാക്ക്. 350 മീറ്ററുള്ള ഈ സ്കൈ വാക്ക് ഐ എം ഷുവർ നിങ്ങൾക്ക് ഒരിടത്തും ഒരു പ്രോപ്പർട്ടിയിലും ഇവിടെ കാണാൻ കിട്ടുകയില്ല. This is a very unique feature of this property. ഒരു ഹിൽ റിസോർട്ട് ഡിസൈൻ ചെയ്യുമ്പം ഏറ്റവും വലിയ ചലഞ്ചാണ് പ്രോപ്പർട്ടിയിലോട്ടുള്ള ആക്സസിബിലിറ്റി. ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയാലും റിസോർട്ടിന്റെ റിസപ്ഷനിൽ എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആണ്. ഈ പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്ത സമയത്ത് ഞങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിൾസിനും ക്ലയന്റിന് ഈസി ആയിട്ട് പ്രോപ്പർട്ടിയുടെ റിസപ്ഷനിൽ എൻ്റർ ചെയ്യാനും ഈസി ആയിട്ട് ചെക്ക് ഇൻ ചെയ്യാനും അതുപോലെ ചെക്ക് ഔട്ട് ടൈമിൽ അവരുടെ ലഗേജസ് ഈസി ആയിട്ട്
വെഹിക്കിളിലേക്ക് വെക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മളിത് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറൈൻ ഹൊറൈസൺ ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് VIPs ആര് വന്നാലും താമസിക്കാൻ പറ്റുന്ന, അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റീസ് ഉള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാറ്റണമെന്നുള്ളത്. ഞങ്ങളത് 100% ഡിസൈനിങ് ടൈമിൽ അത് കൺസീവ് ചെയ്യുകയും ഞങ്ങൾക്കത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുകയും ചെയ്തു. ഇപ്പോൾ ധാരാളം VIPs പ്രോപ്പർട്ടിയിൽ വരികയും താമസിക്കുകയും എൻജോയ് ചെയ്യുകയും നല്ല കമൻസ് പറയുകയും ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി തന്നെ ഹംഗേറിയൻ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൻ, അങ്ങനെയുള്ള പല ഹോളിവുഡിലുള്ള പല സ്റ്റാർസുകളും ഇങ്ങനെയുള്ളവരെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ വരികയും താമസിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ ഡിസൈൻ ടൈമിൽ ഞങ്ങൾക്കും അതുപോലെ കൺസ്ട്രക്ഷൻ ടൈമിലും വലിയൊരു ചലഞ്ചായിരുന്നു ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സാധാരണ നമ്മൾ ഏത് റിസോർട്ട്സിൽ പോയി കഴിഞ്ഞാലും വളരെ ചെറിയൊരു പൂളായിരിക്കും. കൂടുതൽ ഗസ്റ്റ് പൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കൺജഷൻ ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം മുൻപേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇതിനൊരു ചലഞ്ചസ് ആക്കി മാറ്റുകയും അതിനുശേഷം ഒരു ബിഗ്ഗസ്റ്റ് പൂള് വളരെയധികം ഫെസിലിറ്റീസോടുകൂടി നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ ഒരു നൈറ്റ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സെൽഫ് ലിറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ലൈറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈ പ്രോജക്റ്റിന് ഉള്ളിലെ ലൈറ്റ്സ് തന്നെയാണ് പ്രോപ്പർട്ടിയെ ലിറ്റപ്പ് ആക്കുന്നത്. അപ്പോൾ ഇതൊരു എനർജി എഫിഷ്യൻറ്റ് ബിൽഡിംഗ് ആയിട്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഡിസൈനിങ് ടൈമിൽ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസൈനിങ് ടൈമിൽ ഇതിൻ്റെ ഫസാഡ് ഡിസൈൻ ചെയ്ത സമയത്ത് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസസ് എല്ലാം സെയിൻറ്റ് ഗോബൻ്റെ മിഡാസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഡേ ടൈമിൽ ഇതൊരു ഗോൾഡൻ ബിൽഡിംഗ് ആയിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുകയും രാത്രിയിൽ ഈ പ്രൊജക്റ്റിനുള്ളിലെ ലൈറ്റ്സ് ആണ് വെളിയിലേക്ക് വിസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ലൈറ്റ്സിൻ്റെ ആവശ്യം ഇല്ല. കൂടാണ്ട് ഈ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഹൈലി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ്. ഹീറ്റ് റിഡക്ഷൻ ഉണ്ട്, സൗണ്ട് റിഡക്ഷൻസ് ഉണ്ട്. നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇൻസുലേറ്റഡ് പാനൽസ് ആണ്. ദാറ്റ് ഈസ് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ഐ ടുക്ക് ഫോർ ദിസ് പ്രോപ്പർട്ടി ഡിസൈൻസ്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു ഗ്രീൻ ബിൽഡിംഗ് ആയിട്ട് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റീയൂസബിൾ ആണ്. നമ്മൾ കൂടുതലും സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റിന്റെ ഒരു മിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് കുറേയേറെ ആഡ് ഓൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, വളരെ വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കറ്റ് ഹാള്, ഒരു 200 പാക്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുള്ളി ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ബാങ്കറ്റ് ഹാള് ആൻഡ് ഫുള്ളി എക്യുപ്ഡ് ജിംനേഷ്യം, ഫുൾ ഫ്ലഡ്ജ്ഡ് ജിംനേഷ്യം ആണ്. ആൻഡ് സ്പാ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആയുർവേദിക് സ്പാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഹോട്ടലിന്റെ എല്ലാ ഫെസിലിറ്റീസും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫ് ഡൈനിങ്, സ്റ്റാഫ് കിച്ചൺ, ഹൗസ് കീപ്പിംഗ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഹോട്ടലിൽ ഏകദേശം 100ഓളം സ്റ്റാഫ് ഉണ്ട്. ഈ 100 സ്റ്റാഫിനെയും ഡീൽ ചെയ്യുന്ന ബാക്ക് ഓഫീസ്, ബില്ലിംഗ് സെഷൻസ്, ബാക്ക് അക്കൗണ്ടിങ് ഓഫീസ്, ഇതെല്ലാം ഫുള്ളി ഡെഡിക്കേറ്റഡ് ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഫെസിലിറ്റീസും നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണകുമാർ ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റ് മാപ്പിൽ ഏകദേശം ലിസ്റ്റഡ് ആയിട്ടുള്ള 5000-ലധികം റിസോർട്ട്സ് ഉണ്ട്. ഈ 5000 റിസോർട്ടിനേക്കാളും വിഭിന്നമായിട്ടുള്ളത് ഏറ്റവും വ്യത്യസ്തമായുള്ള ഒരു പ്രോജക്റ്റ് ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ചലഞ്ച്. തീർച്ചയായും 100% ഡെഡിക്കേഷനോട് ഞങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല, ദ സെറൈൻ ഹൊറൈസൺ എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ ബിൽടെക്കിന് 2024 കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി പ്രോജക്റ്റിനുള്ള അവാർഡ്, ദ ഗ്ലോബൽ ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സ് അവാർഡ് 2024 ഈ പ്രോജക്റ്റിലൂടെ നേടാനായി. അതൊരു വലിയ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സെറൈൻ ഗ്രൂപ്പുമായിട്ടുള്ള ബിൽടെക്കിൻ്റെ റിലേഷൻ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 4ഓളം പുതിയ പ്രോജക്റ്റുകൾ ഞങ്ങൾ ടേക്കപ്പ് ചെയ്ത് കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആണ്. ഞങ്ങളിലേക്ക് ഒരു ചെറിയ പ്രൊജക്റ്റുമായിട്ട് വന്ന ഒരു ഗ്രൂപ്പിനെ ഇന്ന് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ തന്നെ ഒരു വലിയ ഗ്രൂപ്പാക്കി മാറ്റാൻ ബിൽടെക്കിന് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പ്രൊഫഷണലിസവും കമ്മിറ്റ്മെൻറ്റും ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഡീലുമാണ്. ഇതുപോലുള്ള വളരെയധികം പ്രൊജക്റ്റുകളുമായിട്ട് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ബിൽടെക്കിൻ്റെ പാർട്ട് വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഇനിയും കേരളം വളരട്ടെ.